ഹിന്ദു മതവിശ്വാസപ്രകാരം ശിവശക്തിയും ആദിപരാശക്തിയുമായ ദുർഗാദേവിയുടെ 9 ഭാവങ്ങളെയാണ് നവദുർഗ എന്ന് അർത്ഥമാക്കുന്നത്. ദുർഗയുടെ 9 രൂപങ്ങൾ: ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഖണ്ഡ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാലരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി എന്നിവയാണ്. നവരാത്രിയിൽ ഓരോ ദിനവും ഓരോ ദുർഗയെയാണ് ആരാധിക്കുന്നത്. നവദുർഗാഭാവങ്ങളിൽ ആദ്യത്തെ ഭാവമാണ് ശൈലപുത്രി. ഹിമവാന്റെ മകളാണ് ശൈലപുത്രി. സതി, ഭവാനി, പാർവതി, ഹേമവതി എന്നീ നാമങ്ങളിലും ശൈലപുത്രി ദേവി അറിയപ്പെടുന്നു. ദക്ഷ പ്രജാപതിയുടെ മകളായാണ് ദേവി ആദ്യം അവതരിച്ചത്. സതി എന്നായിരുന്നു ആദ്യത്തെ നാമം. സാത്വിക ഭാവം ഉണർത്തുന്നവൾ എന്നാണ് സതി എന്ന പേരിനർത്ഥം. ദക്ഷയാഗഭൂമിയിൽ വെച്ച് ശിവനിന്ദ ശ്രവിക്കാൻ ഇടവന്ന സതി അഗ്നിയിൽ ആത്മത്യാഗം ചെയ്തു. പർവ്വതരാജനായ ഹിമവാന്റെ മകളായാണ് ദേവി പിന്നീട് അവതരിച്ചത്. ഹിമവാന്റെ മകളായതിനാൽ ഹേമവതി എന്നും പർവ്വതരാജന്റെ മകൾ എന്ന പേരിൽ പാർവതി എന്നും അറിയപ്പെടുന്നു. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ ശക്തികൾ ഒത്തുചേർന്ന മൂർത്തിഭാവമാണ് ശൈലപുത്രി. കാളയാണ് ദേവിയുടെ വാഹനം. ഒരു കൈയിൽ ശൂലവും മറുകൈയിൽ താമരയും ദേവി ഏന്തിയിരിക്കുന്നു. നവരാത്രി 2ാം ദിവസത്തെ ദുർഗാഭാവമാണ് ബ്രഹ്മചാരിണി. ബ്രഹ്മചര്യം പാലിക്കുന്നവൾ എന്നാണ് ബ്രഹ്മചാരിണി എന്ന വാക്കിനർത്ഥം. ബ്രഹ്മം എന്നാൽ തപം എന്നും അർത്ഥമുണ്ട്. ആയതിനാൽ തപസ് അനുഷ്ഠിക്കുന്നവളാണ് ബ്രഹ്മചാരിണി. ഹിമവാന്റെ പുത്രിയായി ജനിച്ച ദേവി ശിവന്റെ പത്നിയായി തീരുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം തപസ് അനുഷ്ഠിക്കുകയുണ്ടായി. കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു. ശുഭവസ്ത്രധാരിയായ ബ്രഹ്മചാരിണി കമണ്ഡലവും രുദ്രാക്ഷമാലയും കൈകളിലേന്തുന്നു. നവരാത്രിയിൽ പാർവതിയുടെ ബ്രഹ്മചാരിണി ഭാവമാണ് 2ാം ദിവസം ആരാധിക്കുന്നത്. നവദുർഗയിൽ 3ാമത്തേത് ചന്ദ്രഖണ്ഡയാണ്. മനഃശാന്തി, സ്വാസ്ഥ്യം, ജീവിതാഭിവൃദ്ധി എന്നിവയ്ക്കായി ചന്ദ്രഖണ്ഡ മാതയെ നവരാത്രിയിൽ 3ാം ദിവസം ആരാധിക്കുന്നു. നെറ്റിയിൽ ഒരു മണിയുടെ ആകൃതിയിൽ ചന്ദ്രകലയുള്ളതിനാൽ ദേവി ചന്ദ്രഖണ്ഡ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ശത്രുക്കളോട് മത്സരിക്കാൻ ശൗര്യവും ശക്തിയും ദേവി പ്രദാനം ചെയ്യുന്നു. സിംഹവാഹിനിയായ ദേവിക്ക് 10 കൈകളുണ്ട്. ഓരോ കൈകളിലുമായി പത്മം, ധനുഷ്, ബാണം, കമണ്ഡലു, ഖഡ്ഗം, ഗദ, ശൂലം എന്നീ ആയുധങ്ങളുണ്ട്. നവരാത്രി 4ാം ദിവസം ദുർഗാഭാവം കൂഷ്മാണ്ഡയാണ്. പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കൂഷ്മാണ്ഡ. കു, ഊഷ്മം, അണ്ഡം എന്ന 3 പദങ്ങൾ കൂടിച്ചേർന്നതാണ് കൂഷ്മാണ്ഡ എന്ന നാമം. ദുർഗാദേവിയുടെ 5ാമത്തെ ഭാവമാണ് സ്കന്ദമാത. കുമാരൻ കാർത്തികേയന്റെ മാതാവായതിനാൽ ദേവി സ്കന്ദമാത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. നവരാത്രി 6ാം ദിവസം ദുർഗാഭാവമാണ് കാർത്യായനി. ഒരിക്കൽ കഥൻ എന്ന മഹാമുനി ഭൂമിയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മകനായിരുന്നു കാത്യൻ. എന്നാൽ ഒരു പുത്രിയില്ലാതിരുന്ന മുനിക്ക് ദേവി ദുർഗയെ തന്റെ പുത്രിയായി ലഭിക്കണം എന്ന് ആഗ്രഹമുണ്ടായി. അതിനുവേണ്ടി അദ്ദേഹം മഹാതപസ് അനുഷ്ഠിച്ചു. ദേവി ഋഷിയിൽ പ്രസാദിക്കപ്പെട്ടു. അങ്ങനെ കഥന്റെ മകളായി ദേവി കാർത്യായനി എന്ന നാമത്തിൽ അവതരിച്ചു. കാർത്യായനി ഭാവത്തിലാണ് ദേവി ശ്രീപാർവതി മഹിഷാസുരനെ വധിച്ചത്. ആ സമയം ദേവി ലക്ഷ്മിയും ദേവി സരസ്വതിയും പാർവതിയിൽ ലയിച്ചു എന്നും 3 ദേവിമാരുടെയും ശക്തി ഒന്നായി മാറി എന്നും പറയുന്നു. ആദിപരാശക്തിയായി മഹിഷാസുരമർദിനിയായി ദേവി മാറി. നവരാത്രിയിൽ പാർവതിയുടെ കാർത്യായനി ഭാവമാണ് 6ാം ദിവസം ആരാധിക്കുന്നത്. ഭഗവതിയുടെ 7ാമത്തെ രൂപമാണ് കാളരാത്രി. കറുത്ത ശരീരവർണ്ണമുള്ള കാളരാത്രി മാതാ ദുർഗയുടെ രൗദ്രരൂപമാണ്. ജട തീർക്കാത്ത മുടിയും ത്രിലോചനങ്ങളുമുള്ള ദേവിയെ ദുർഗയുടെ ഭയാനക രൂപമായാണ് കണക്കാക്കുന്നത്. 4 കരങ്ങളുള്ള കാളരാത്രി മാതാവിന്റെ വലതു കരങ്ങൾ സർവദാ ഭക്തരെ ആശീർവദിച്ചുകൊണ്ടിരിക്കുന്നു. കാളരാത്രി മാത ഭക്തരെ എല്ലാവിധ ഭയത്തിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. 4 കൈകളോടുകൂടിയുള്ള ദേവിയുടെ വാഹനം കഴുതയാണ്. എല്ലായ്പ്പോഴും ഭക്തരെ സംരക്ഷിക്കുന്നതിനാൽ ദേവിക്ക് ശുഭകാരി എന്നൊരു നാമവുമുണ്ട്. രക്തബീജൻ, ചണ്ഡമുണ്ടൻ എന്നീ അസുരന്മാരെ ദേവി കാളരാത്രി രൂപത്തിലാണ് വധിച്ചത്. നവരാത്രിയിൽ ലളിതാ ത്രിപുര സുന്ദരിയായ പരാശക്തിയുടെ കാളരാത്രിയുടെ ഭാവമാണ് 7ാം ദിവസം ആരാധിക്കുന്നത്. ശിവൻ സംഹാരമൂർത്തിയായ മഹാകാലേശ്വരൻ ആകുമ്പോൾ പാർവതി മഹാകാളിയായി മഹാദേവനെ സംഹാരകർമ്മത്തിൽ സഹായിക്കുന്നു. നവരാത്രി 8ാം ദിവസം ആരാധിക്കപ്പെടുന്ന ദുർഗാഭാവമാണ് മഹാഗൗരി.
പ്രശാന്തതയുടെയും വിജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ് മഹാഗൗരി. വെളുത്ത നിറമുള്ള ദേവി എന്നാണ് മഹാഗൗരി എന്ന വാക്കിൻ്റെ അർത്ഥം. 4 കൈകളുള്ള ദേവിയുടെ വാഹനം കാളയാണ്. ദേവിയുടെ 2 കൈകളിലുമായി ശൂലവും ഡമരുവും ഉണ്ട്. ദേവിയുടെ സാത്വിക ഭാവമാണ് മഹാഗൗരി. നവരാത്രിയിൽ അന്നപൂർണേശ്വരിയായ പാർവതിയുടെ മഹാഗൗരി ഭാവമാണ് 8ാം ദിവസം ആരാധിക്കുന്നത്. മഹാഗൗരിയുടെ ഉത്ഭവത്തിൻ്റെ കഥ ഇപ്രകാരമാണ്. അവിവാഹിതയായ പാർവതിയുടെ കന്യകയായ രൂപത്തിന് മാത്രമേ ശുംഭ നിശുംഭ എന്നീ അസുരന്മാരെ കൊല്ലാൻ കഴിയൂ. അതിനാൽ ബ്രഹ്മാവ് ഉപദേശിച്ചതുപോലെ ശിവൻ പാർവതിയെ ഒരു കാരണവുമില്ലാതെ പരിഹാസ രൂപത്തിൽ കാളി എന്ന് ആവർത്തിച്ചു വിളിച്ചു. ഈ പരിഹാസത്തിൽ പാർവതി പ്രകോപിതയായി. സ്വർണ്ണ നിറം ലഭിക്കാൻ വേണ്ടി അവൾ ബ്രഹ്മാവിനോട് കഠിനമായി തപസ് ചെയ്തു. തൻ്റെ തപസ് നിർത്തി ശുംഭനെയും നിശുംഭനെയും കൊല്ലാനാണ് ബ്രഹ്മാവ് പാർവതിയോട് ആവശ്യപ്പെട്ടത്. അത് സമ്മതിച്ച പാർവതി ഹിമാലയത്തിലെ ഗംഗാനദിയിൽ കുളിക്കാൻ പോയി. പാർവതി ഗംഗാനദിയിൽ പ്രവേശിച്ചു കുളിച്ചപ്പോൾ അവളുടെ ഇരുണ്ട ചർമ്മം പൂർണ്ണമായും കഴുകി വെളുത്ത വസ്ത്രങ്ങളും ധരിച്ച് ഒരു സുന്ദരിയായ സ്വർണ്ണ സ്ത്രീയായി അവൾ മടങ്ങി. അങ്ങനെ അവൾക്ക് മഹാഗൗരി എന്ന വിശേഷണം ലഭിച്ചു. പിന്നീട് മഹാഗൗരി ദേവി ശുംഭനെയും നിശുംഭനെയും പരാജയപ്പെടുത്തി. തുടർന്ന് അവൾ ചണ്ഡിയായി രൂപപ്പെടുകയും ധൂമലോചൻ എന്ന അസുരനെ കൊല്ലുകയും ചെയ്തു. ചണ്ഡിയുടെ 3ാം കണ്ണിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട ചാമുണ്ഡ ദേവിയാൽ ചണ്ഡനെയും മുണ്ടനെയും വധിച്ചു. നവരാത്രിയിൽ പാർവതിയുടെ സിദ്ധിദാത്രി ഭാവമാണ് 9ാം ദിവസം ആരാധിക്കപ്പെടുന്നത്. സർവദാ ആനന്ദകാരിയായ സിദ്ധിദാത്രി തൻ്റെ ഭക്തർക്ക് സർവ്വസിദ്ധികളും പ്രദാനം ചെയ്യുന്നു. മഹാദേവൻ തൻ്റെ പാതി ശരീരം ഈ ഭാവത്തിൽ നൽകി അർദ്ധനാരീശ്വര ശക്തിയായി മാറുകയും ചെയ്യുന്നു. നവരാത്രിയിൽ 9 ദിവസങ്ങളിലും ചൊല്ലാവുന്ന ദേവീ മന്ത്രമാണ് ഓം ഐം ഹ്രീം ശ്രീം മാത്രേ നമഃ.